മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളോ ചാനലുകളോ ഒന്നും ചർച്ച ചെയ്യപ്പെടാത്ത പല വിഷയങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. അതായത് മീഡിയ മലയാളത്തിൽ ചർച്ച ചെയ്തു. അന്ന് നമ്മൾ ഉന്നയിച്ചൊരു കാര്യം EDയുടെ അന്വേഷണം ജയറാമിലേക്ക് ചെന്നെത്തുമെന്നാണ്. പക്ഷേ ആരൊക്കെയോ ജയറാമിലേക്ക് അന്വേഷണം പോകാതെ അതിനെ ഒളിപ്പിച്ചു നിർത്തി. ഇപ്പോൾ ഇതാ ജയറാമിനെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു പക്ഷേ ഇതിനെ? അല്ല, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ കണ്ണിയാണ് ജയറാം എന്ന നിലക്കാണ് അന്വേഷണം ചെയ്യുന്നത്, വഴിതിരിയുന്നത് എന്നാണ്. ഇതൊരു ഡീവിയേഷനാണ്. ശരി, നേരത്തെ ഒക്കെ കേരള സമൂഹം ജയറാമിനെ കണ്ടിട്ടുള്ളത് ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമ. പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം ചെണ്ടകൊട്ടാനൊക്കെ പോകും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതു കാര്യത്തിനോടും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഇണങ്ങി അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നവരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിനിടയിലാണ് അദ്ദേഹം ചെണ്ടകൊട്ട് പഠിക്കുകയും ഇപ്പോൾ നല്ല ഒരു ചെണ്ട വിദഗ്ധൻ പോലുമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു പരിശ്രമം എന്ന് പറയുന്നത് ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഭക്തിയാണ് അത് ഇദ്ദേഹത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത്. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ ആ ഭക്തി വിപണനത്തിലേക്ക് തിരിഞ്ഞു എന്ന സംശയം നമുക്ക് തോന്നാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. വിപണനം, കച്ചവടം. ആ കച്ചവടത്തിന് വേണ്ടിയിട്ട് ആയിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ തകിടും അതേപോലെ തന്നെ സ്വർണ്ണ കട്ടിളും പാളികളുമെല്ലാം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കുന്നു. അപ്പോൾ അങ്ങനെ പൂജ നടത്താനായിട്ട് തയ്യാറാവുമ്പോൾ ജയറാമിൻ്റെ വീട്ടിലേക്ക് അയ്യപ്പൻ വന്നിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അയ്യപ്പൻ്റെ അടുത്തേക്ക് ജയറാം പോകുന്നതിന് പകരം ജയറാമിൻ്റെ അടുത്തേക്ക് അയ്യപ്പൻ വന്നിരിക്കുന്നു. അയ്യപ്പനെ കൊണ്ടുവന്നാരാണ് പോറ്റി. അവിടെ അദ്ദേഹത്തിൻ്റെ തലത്തിലുള്ള പ്രമുഖരായിട്ടുള്ള പല വ്യവസായികളെയും അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞ കച്ചവടക്കാരെയും വിളിച്ചു വരുത്തുന്നു. അവരെല്ലാവരും ഈ പോറ്റി അയ്യപ്പൻ്റെ കട്ടളപ്പാളി അതേപോലെ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളിയും ഒക്കെ വെച്ച് വലിയ പൂജ നടത്തുന്നു. ആ പൂജക്ക് ഒരുപാട് ലക്ഷങ്ങൾ പിരിച്ചെടുക്കുന്നു. കാരണം പോറ്റിക്ക് ഒറ്റ കാര്യത്തിലേ താല്പര്യമുള്ളൂ, അത് പ്രോഫിറ്റിൽ മാത്രമാണ്. പോറ്റി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്, ലാഭമാണ്. അങ്ങനെ ലാഭം അടിക്കാനായിട്ട് ജയറാം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. വരൂ ജയറാം, അല്ലെങ്കിൽ ജയറാമിൻ്റെ അടുത്തേക്ക് ഞാൻ അയ്യപ്പ ക്ഷേത്രം തന്നെ കൊണ്ടുവരാം എന്ന നിലക്ക് പറയുകയും പ്രവർത്തിക്കുകയും അങ്ങനെ വലിയ വിപുലമായ കുറേ പ്രമാണിമാരെ വിളിച്ചു കൂട്ടി അവിടെ പൂജ നടത്തുകയും പിരിവെടുത്തുകയൊക്കെ ചെയ്യുന്നത്. ജയറാമിനോട് ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ SIT അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. അന്വേഷണം നടത്തിയ സമയത്ത് അദ്ദേഹം വളരെ നിഷ്കളങ്കനായി അവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്ത് ജയറാമിനെ അറസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ജയറാമിൻ്റെ അനധികൃതമായിട്ടുള്ള പണസമ്പാദനത്തെക്കുറിച്ച് അതുപോലെ തന്നെ കള്ളപ്പണത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുക എന്ന് പറയുന്ന ചുമതല ആണ് ഈ EDക്കുള്ളത്. ED വരികയാണ് ജയറാമിന്. ED നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് വളരെ ദുരൂഹമായ പല മുഖങ്ങളിലേക്കുമുള്ള അന്വേഷണമായിട്ട് ഈ അന്വേഷണം മാറിത്തീരാം. ജയറാം അപകടത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നത്തെ അപകടത്തിലാവാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞാൽ ജയറാമിനെ എന്നെ അറസ്റ്റ് ചെയ്യാം. നിയമപരമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറം നിയമപരം അല്ലെങ്കിൽ അന്വേഷിച്ചു അങ്ങനെ അല്ലായിരുന്നു എന്ന് വരുത്താനുള്ള അധികാരവും ഉണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു നടക്കും രണ്ട് നടക്കും എടുക്കത്തില്ല, പ്രത്യേകിച്ച് കോടതി ഇടപെടുന്നതിനകത്ത്. നമ്മൾ തന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്ത്രി പച്ചയ്ക്ക് വിളിച്ചു പറയുമായിരുന്നല്ലോ പിയേഴ്സൺ മാഷെ, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ കുറ്റക്കാരനാണ്. എന്നിട്ടും തന്ത്രിയെ മാറ്റി നിർത്തി. ജയറാമിൻ്റെ കാര്യത്തിൽ അത് തന്നെ. ശബരിമലയിലെ ഭാഗമായിട്ടുള്ള ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയും ആണെന്ന് കണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ചോളാൻ ആ ഭക്തിയുടെ കാരണം കൊണ്ട് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്യാം. കാരണം അറിവില്ലാത്ത ആളല്ലല്ലോ. ശബരിമലയിലെ സാധനം മറ്റൊരാളുടെ വീട്ടിൽ കൊണ്ടുപോകാനും അതിന് അനുവദിക്കുന്ന ഒരു നിയമമില്ല. അത് കുറ്റകരമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അയാളെ ചെയ്തത്. അല്ല, ഭക്തിയുടെ അർത്ഥത്തിലും അത് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ശരിയല്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ തന്നെ അയാളെ എന്നെ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ, സ്വർണ്ണക്കടത്തിനകത്ത് കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ, ഈ പറയുന്നത് പോലെ മറ്റ് അവിടെ വെച്ച് പോറ്റി നടത്തിയ ബിസിനസ്സിനകത്ത് പോറ്റി നടത്തിയ അവിടെ വെച്ചിട്ട് വ്യവസായികളെ കാണിച്ചു, സ്പോൺസർഷിപ്പ് ഉണ്ടാക്കി, ഒരുപക്ഷെ ആന്റിക് ബിസിനസ്സിന് വേണ്ടി ഇത് ഈ പൂജ പ്രയോജനപ്പെടുത്തിയോ എന്ന് വരെ വളരെ ആക്ഷേപം വരും. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ജയറാമിനെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ജയറാമിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ.
ജയറാമിനെ ചോദ്യം ചെയ്യുന്ന ആ സമയത്ത് തന്നെ. അപ്പോൾ അന്ന് SITക്ക് അകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം. ജയറാമിനെ വേണ്ട, ജയറാം സെലിബ്രിറ്റി അല്ലേ, പാവമല്ലേ, എന്നുള്ള രീതിയിൽ ഇപ്പം ഇത്രയും കാലം ദീർഘമായിട്ട് ഒടിച്ചു പിടിച്ച് ഒരുപക്ഷെ SIT ചോദ്യം ചെയ്തു എന്ന് പറയുന്നു അല്ലേ. ചോദ്യം ചെയ്ത് ക്ലീൻ ചിറ്റ് കൊടുത്തു. ക്ലീൻ ചിറ്റ് കൊടുത്ത ആളിന്റെ പുറകിലാണ് ഇപ്പം ED വന്നിരിക്കുന്നത്. ED ചുമ്മാതെ പിയേഴ്സൺ മാഷ് പറഞ്ഞതുപോലെ ചുമ്മാതെ ED വരത്തില്ല. ED വരണമെങ്കിൽ അവർക്ക് ബോധ്യമുണ്ടാകണം. അവർക്ക് ആദ്യമേ തിരക്കിയിട്ടുണ്ടാകണം. തിരക്കിയിട്ട് അവരുടെ ബോധ്യത്തിൽ അവൾ ഒരു പരിധിവരെ 90% അന്വേഷിച്ചിട്ട് അതിനകത്ത് അയാളിൽ നിന്നുള്ള വ്യക്തത വരുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് ED ശ്രമിക്കാറ്. അല്ല, ED ചുമ്മാതെ വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് മണി എന്ന് പറയുന്ന ഒരുത്തനെ SIT ഇതുപോലെ വിട്ടിട്ടുണ്ട്. ആരും വിശ്വസിക്കത്തില്ല മണി ഇതിനകത്തില്ലെന്ന് പറഞ്ഞാൽ. മണി ചാക്കിൽ കെട്ടി കാണിച്ചു എന്ന് 2 വ്യവസായികൾ, ആൻറ്റി ബിസിനസ്സുമായിട്ട് ബന്ധമുള്ളവർ, ആ മേഖലയിൽ നിൽക്കുന്നവർ ശബരിമലയിലെ ആണെന്ന് പറയുമ്പോൾ ആ ദ്വാരപാല ശില്പാലല്ലോ, ഈ കൊടിമരത്തിൻ്റെ കീഴിലുള്ള അഷ്ടദിക് പാലകരെയാണ് അന്ന് ചാക്കിക്കെട്ടി കാണിച്ചതെന്നാണ് പറയുന്നത്. ആ ചാക്ക് കെട്ടാണ് അവസാനം ED അന്വേഷിക്കുന്നതിന് മുമ്പ് സ്ട്രോങ് റൂമിൽ വന്നത്. ചാക്ക് കെട്ടാ വന്നേ. അപ്പൊ ഇതിന്റെ വെളിയിൽ എത്രത്തോളം പ്രവർത്തനം നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത്, ഈ വിഷയത്തിനകത്ത് പലരെയും ഒതുക്കും, ഉന്നതരെയും ഒതുക്കും, കടത്തിയവനെ ഒതുക്കും, ഈ പറയുന്ന കാർട്ടലിനെ ഒതുക്കും എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം അവരെല്ലാം ഉന്നതരാണ്. ഈ പറയുന്നത് പോലെ ഇത് ചെന്നെത്താൻ പോകുന്നത് പിയേഴ്സൺ മാഷ് പറഞ്ഞ പോലെ ഇറ്റലിയിൽ തന്നെയാണ്. കാരണം സോണിയാഗാന്ധിയുടെ പേര് ഒറ്റ ചോദ്യം നമ്മൾ സോണിയ ഇനിയും പറയുന്നു. ഇപ്പം നമ്മൾ ജയറാമിൻ്റെ പേര് നേരത്തെ പറഞ്ഞു, തന്ത്രിയുടെ പേര് നേരത്തെ പറഞ്ഞു. ഇപ്പം ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഞങ്ങൾക്ക് സോണിയാഗാന്ധി ഇതിനകത്ത് ഉണ്ടെന്ന് അഭിപ്രായമില്ല. ABCക്ക് അഭിപ്രായം, അല്ലെങ്കിൽ എനിക്ക് പിയേഴ്സൺ മാഷിനും ഒന്നും അഭിപ്രായമില്ല, സിനുവിനും അഭിപ്രായമില്ല. പക്ഷേ സോണിയാഗാന്ധി മറുപടി പറഞ്ഞാൽ മതി. എന്തിന് ഈ അടിച്ചളിക്കാരൻ പോറ്റിയ 2 വട്ടം കുടുംബസഹിതം പുള്ളിയുടെ കൂടെ അല്ലെങ്കിൽ നിർത്തി, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് അവിടെ വന്നു? ഈ കൊള്ളക്കാരൻ ഗോവർദ്ധനൻ എന്ത് കാര്യത്തിന് അവിടെ വന്നു? ഇനിയും വേറെ ഏറ്റവും വലിയൊരു കാര്യം വരുന്നുണ്ട്. ഇതിനകത്ത് ആൾക്കാർ കുടുങ്ങും, പറഞ്ഞുകൂടാത്തയാ. ഈ ഗോവർദ്ധനൻ പ്രകാശിന്റെ ഏറ്റവും ഇളയ മോഹന്റെ കല്യാണത്തിന് തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ടുണ്ട്. പോറ്റിയല്ല, ഗോവർദ്ധനൻ. ബിജു രമേശന്റെ മോളുടെ കല്യാണത്തിന് പ്രകാശിന്റെ മകൻ കെട്ടിയിരിക്കുന്ന ബിജു രമേശ്. എന്തിനു ഗോവർദ്ധനൻ അവിടെ വന്നു? പോറ്റിയുമായിട്ട് ബന്ധമില്ലെന്നാണല്ലോ ഇപ്പൊ അടൂർ പ്രകാശ് പറയുന്നത്. ഗോവർദ്ധനൻ സ്വന്തം മകന്റെ കല്യാണത്തിന് ഈ പറയുന്ന അകത്ത് കിടക്കുന്ന ഗോവർദ്ധനൻ, സ്വർണ്ണക്കൊള്ളക്കാരൻ, സോണിയയുടെ കൂടെ നിന്നവൻ, ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ മകന്റെ കല്യാണത്തിന്. അപ്പൊ ബന്ധമുണ്ടോ ഇല്ല എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇന്നലെ കണ്ടെത്തിക്കൊണ്ട് വരുന്നതാണ്. അപ്പം ഈ CPM പറയുന്നു കൊള്ള ഇവിടെ അല്ല നടന്നത്, ഞങ്ങളുടെ 2 സഖാക്കൾ അകത്ത് കിടപ്പുണ്ട്, അവന്മാരെ സഖാക്കളെന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങൾ CPMനകത്ത് ചേർത്താ. ഇപ്പൊ അവനെ വെളിയിൽ ചാടിച്ചേക്കുക. ഇനി ഇത്തരത്തിൽ കള്ളന്മാരും കുഴുത്തിരുമ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വെളിയിൽ കാണിക്കാൻ തയ്യാറാണ്. ഇത് കൊള്ള നേരത്തെ നടന്നിട്ടുള്ളതാ. അതിനകത്ത് ഇവര് വെട്ടുപോയതാ. ഇപ്പം വിജിലൻസ് അന്വേഷിക്കാൻ പോവാ ശബരിമല സ്വർണ്ണ കൊടിമര കൊള്ള. കോടതി പറഞ്ഞേക്കുന്ന അന്വേഷിച്ചോണ്ട് പോവാ, ഡീറ്റെയിൽ എടുത്തോണ്ട് പോവാ. സ്വർണ്ണ കൊടിമര എന്നാ വെച്ചേ, അതായത് സ്ഥിരം സ്ഥിരം കൊള്ളണം. അതെ അതെ, കള്ള ആരെന്നുള്ള പ്രശ്നമാണ്. അവിടെ കേറുന്നവനെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് സാറേ ഏറ്റവും രസം ഇന്നലെ ചിരി വന്നു പോയി. കരാർ തൊഴിലാളി മാസം കൊണ്ട് വീട്ടിൽ അയച്ചേക്കുന്ന കാശ് 2.5 ലക്ഷം 3 ലക്ഷം രൂപ. വിജിലൻസ് അന്വേഷിക്കാൻ പോവാ, വിജിലൻസ് അന്വേഷിക്കാം. അപ്പൊ എവിടുന്നൊക്കെയാ അപ്പ അവിടെ കൊള്ള നടത്തുന്നതിന്റെ ബാക്കിയാ ഈ പറയുന്ന മിച്ചം വരുന്ന 480 കോടി രൂപ. അതായത് ഈ ഭണ്ഡാരം മറ്റും സൂക്ഷിക്കുമ്പോ അതിന് ഒരു സൂക്ഷിപ്പുകാരൻ തന്നെ നിൽക്കുന്നതാണ്. അപ്പൊ അവന്റെ ഓരോ ദിവസവും ശബരിമലയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് 6000 രൂപ 7000 രൂപ. അപ്പൊ അവര് പറയുന്നത് ആ കൊണ്ടുവരുന്ന നോട്ടിലൊക്കെ ചന്ദനവും ഭസ്മവും ഒക്കെ പറ്റിയിരിപ്പുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭക്തന്മാർ ഇവന്മാരെവിടുന്ന് വോട്ട് ചെയ്യുന്നില്ല, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ക്യാമറ ആയിരിക്കുക. അപ്പം കൊള്ളക്കാര് മറ്റേവർ വോട്ട് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. അവരെ ഇതിനകത്ത് നല്ലൊരു വീട് കൊടുക്കും. വെച്ചു അതെന്നെ 10,000-6,000 രൂപ ഡെയിലി കിട്ടും. മനസ്സിലായില്ലേ? അത് മതി. അപ്പൊ ഇതിനകത്ത് ഞാനീ പറഞ്ഞതുപോലെ, നമ്മളീ പറഞ്ഞതുപോലെ ജയറാമിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ED ചെല്ലുന്നു. ജയറാം അല്ലെങ്കിൽ ED ഇപ്പോഴൊന്നും തൂക്കത്തില്ല. കാരണം വെച്ചാൽ സമയം എടുക്കുമല്ലോ, കാര്യങ്ങൾ ഒരുക്കണമല്ലോ. ഇതുപോലെ ഇപ്പം SITക്കാരും അല്ലെ കോടതി പറയുന്ന പോലെ പ്രതികളെല്ലാം ഇറങ്ങിപ്പോട്ട്, എന്നാലും നിങ്ങൾ കോടതി വരുമ്പം ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാവാതെ ഈ പ്രതികളെ ശിക്ഷിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു കുറ്റപത്രം വേണം. കുറ്റപത്രം എവിടെ നിന്നുണ്ടാക്കാനാ? എല്ലാം ഇറങ്ങിപ്പോയി. ഒരു തെളിവുമില്ല. കാരണം പ്രതികള് ജാമ്യം ചോദിക്കുന്നത് തന്നെ ഗ്രൗണ്ട് ഒരുക്കി കൊള്ള നടത്തിയത് കൊണ്ട് തെളിവൊന്നും ഇല്ലാത്ത രീതിയിലേക്കാണ് അവർ കൊള്ള നടത്തിയിരിക്കുന്നത്. ആ ജാമ്യാപേക്ഷ നമ്മൾ പറഞ്ഞില്ലേ, വാസു പറഞ്ഞേക്കുന്നത്, ഞാൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു,
എനിക്കറിയാം, ഞാൻ ജുഡീഷ്യറി പോസ്റ്റിൽ ഉൾപ്പെടെ ഇരുന്നിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഇരുന്ന ആ ഉത്തരവാദിത്തത്തിൽ എൻ്റെ അധികാരത്തിൽ എഴുതിയാണ്. അവിടെ ഇവിടെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയപ്പാ, നിങ്ങൾ അതിന്റെ റെക്കോർഡ് എടുത്ത് വെച്ച് നോക്ക്, എങ്ങും സ്വർണ്ണപ്പാളി ഇന്നില്ല. പിന്നെ എങ്ങനെയാ പിന്നെ കേസ് വയ്ക്കുന്നത്? സ്വർണ്ണപ്പാളി ഇല്ലാത്തടത്ത് എവിടാ സാറേ സ്വർണ്ണം മോട്ടിക്കുന്നത്? അവിടെ കൊണ്ടാ കേസ് പോയില്ലേ? അപ്പം SIT ഉണ്ടാക്കിയ കേസ് പോയി. ഇനി ED വല്ലതും കണ്ടെത്തിക്കൊണ്ട് വന്നാൽ മതി. ED കണ്ടെത്തിയതിനകത്ത് മണിയുണ്ട്, ജയറാമുണ്ട്, ഇനി ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന പോലെ പലരുടെയും വാ തുറക്കുമ്പോൾ അറിയാം.